അബിയൻ ഹസ്കർ, ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ അന്തിമമായ വിധിയെഴുത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഷോൺ പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കേണ്ടതില്ല. രണ്ട്, ഇപ്പോൾ എറണാകുളം ROC അന്വേഷിച്ചപ്പോൾ എക്സാലോജിക്ക് വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് നടത്തി എന്നുള്ള പ്രാഥമിക കണ്ടെത്തൽ എറണാകുളം ROC നടത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കമ്പനി അഫയേഴ്സിന് വിശദമായ അന്വേഷണം നടത്താൻ വിട്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണെങ്കിൽ ഇപ്പോഴത് എറണാകുളം ROCയും അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് കമ്പനി കാര്യ മന്ത്രാലയം എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിക്മെൻ്റ് അല്ലേ ശ്രീ ബി എൻ ഹസ്കർ? നികേഷ്, ഇതിൽ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 210 പ്രകാരമുള്ള ഒരു എൻക്വയറി മാത്രമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പല ഘട്ടങ്ങളിൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്കുമെതിരെ ഇങ്ങനെ അന്വേഷണം നടത്താറുണ്ട്. കൃത്യമായി സമയബന്ധിതമായി ഫയലിങ്സ് നടത്താതിരിക്കുക, റിട്ടേൺസ് ഫയൽ ചെയ്യാതിരിക്കുക തുടങ്ങി നിരവധി ഒഫൻസുകൾ അക്കാര്യത്തിൽ അവർ അന്വേഷണം നടത്താറുണ്ട്. അതിൽ ഫൈൻ പോലുള്ള ചെറിയ ഫൈൻ ഇമ്പോസ് ചെയ്തുകൊണ്ട് അത് തീർക്കുക എന്നുള്ളൊരു കടമ മാത്രമാണ് ചെയ്യാറുള്ളത്. കാര്യം കമ്പനി ലോ ബോർഡിനോ അല്ലെങ്കിൽ കമ്പനി അഫയേഴ്സിനോ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിനോ അങ്ങനെ വൈഡായിട്ടുള്ള അധികാരങ്ങൾ, കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്ന അധികാരങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആ വയലേഷൻസ് ഉണ്ട് എങ്കിൽ അതിൽ ഫൈൻ ഇമ്പോസ് ചെയ്യുകയും അതല്ലെങ്കിൽ ഡിൻ നമ്പറുള്ള ഒരു ഡയറക്ടറെ പെർമനൻ്റ് ആയിട്ട് വിലക്കുക എന്നുള്ള കാര്യങ്ങൾ അടക്കം മാത്രമാണ് കമ്പനി ബോർഡിന് ചെയ്യാൻ കഴിയാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. കാര്യം പ്രവർത്തനരഹിതമായിട്ടുള്ള എക്സാലോജിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ശ്രീമതി വീണ വിജയൻ ഇപ്പോൾ ബിസിനസ് രംഗത്തില്ല. അവർ ബിസിനസ് രംഗം ആ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി അടച്ചുപൂട്ടിയിരിക്കുന്നു. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിനപ്പുറം ആ ആരോപണത്തിന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ROCയുടെ ഇപ്പോൾ അന്വേഷണങ്ങൾ പൂർത്തിയായി. കമ്പനി അഫയേഴ്സ് മന്ത്രാലയം ഒരു പുതിയ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ആ റിപ്പോർട്ട് വേണമെങ്കിൽ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന സമിതിയിലേക്ക് പോകാം, അതല്ലെങ്കിൽ EDയിലേക്ക് പോകാം. അതുകൊണ്ട് ഇതിവിടെ തീരുന്നില്ല. അല്ല, നമുക്കറിയാലോ കേരളത്തിന് പുറത്തും കേന്ദ്ര ഏജൻസികൾ, വിവിധ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കന്മാരെ എങ്ങനെയൊക്കെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ഇന്ന് അകത്ത് കിടക്കുകയാണ്, മനീഷ് സിസോദിയ. മാത്രമല്ല, ഇപ്പോൾ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെതിരെ അന്വേഷണത്തിൻ്റെ കുന്തമുന നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ രാജ്യത്താകമാനം കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രീമതി സോണിയാഗാന്ധിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും കേസ് നാളിൻ്റെ സാഹചര്യം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. മാത്രമല്ല, ശ്രീ റോബർട്ട് വദ്രയ്ക്കെതിരെ ഇതുപോലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാം. പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയിടുക എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചൂണ്ടുപലകയായി തന്നെയാണ്. You are watching Reporter Evening Show.